നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാനെ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് തടയുക എന്നത് തന്നെയാണ്. വലിയൊരു ആണവശക്തിയായിട്ട് ഇറാൻ വളർന്നു വന്നു കഴിഞ്ഞാൽ അത് തങ്ങൾക്കടക്കം വലിയ ഭീഷണിയാകും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഇപ്പോൾ ആണവായുധം നിർമ്മിക്കുന്നതിന് ആവശ്യമായതെല്ലാം കൈവശം വെച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ബങ്കറിൽ ഒളിച്ചിട്ടുള്ള പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ഉത്തരവിട്ടാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് സാധ്യമാകുമെന്നാണ് വൈറ്റ് ഹൗസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വളരെ വ്യക്തമായി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് തന്റെ ബ്രീഫിംഗിനിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരാണവായുധം നിർമ്മിക്കാൻ ഇറാൻ ആവശ്യമായതെല്ലാമുണ്ട്. അവർക്ക് വേണ്ടത് പരമോന്നത നേതാവിന്റെ ഒരു തീരുമാനം മാത്രമാണ്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇറാന് 2 ആഴ്ചകൾക്കുള്ളിൽ ഒരു ആണവായുധം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ലീവിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയും വർദ്ധിപ്പിക്കും. തീർച്ചയായും ഇത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും മുഴുവൻ ലോകത്തിനും ഒരു നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുമെന്നും കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള നയതന്ത്ര പരിഹാരത്തിന് ട്രംപ് വാതിൽ തുറന്നിട്ടിട്ടുണ്ടെങ്കിലും രാജ്യം ആണവായുധം സ്വന്തമാക്കുന്നത് തടയുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന മുൻഗണനയെന്നും ലീവിറ്റ് പറഞ്ഞു. ഏതൊരു കരാറും ടെഹ്റാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം നിരോധിക്കുകയും ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള അതിന്റെ ശേഷി ഇല്ലാതാക്കുകയും ചെയ്യണമെന്നും അവർ കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു പർവ്വതത്തിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്നതും അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഒഴികെ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തതുമായി പരക്കെ കണക്കാക്കപ്പെടുന്നതുമായ ഇറാന്റെ നന്നായി തന്നെ സംരക്ഷിക്കപ്പെട്ട ഫോർഡോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം വേണ്ടയോ എന്ന് പ്രസിഡന്റ് ട്രംപ് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യുഎസിന്റെയും ഇസ്രായേലിന്റെയും ആവശ്യങ്ങൾ ചർച്ചകളിലൂടെ നിറവേറ്റാൻ ഗണ്യമായ സാധ്യതയുണ്ടെന്നും ട്രംപ് ഇപ്പോൾ കാണുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. സമീപ ഭാവിയിൽ ഇറാനുമായി ചർച്ചകൾ നടക്കാനോ നടക്കാതിരിക്കാനോ സാധ്യതയുള്ളതിനാൽ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ പോകണോ വേണ്ടയോ എന്ന് താൻ തീരുമാനിക്കുമെന്ന് ട്രംപ് പറഞ്ഞതായി ലീവിറ്റ് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആണവ സൈനിക കേന്ദ്രങ്ങളെയും ഉന്നത ജനറൽമാരെയും ആണവശാസ്ത്രജ്ഞരെയും ലക്ഷ്യമിട്ട ഇസ്രായേലി വ്യോമാക്രമണങ്ങളുടെ ഒരു പരമ്പരയോടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള തുറന്ന സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. അമേരിക്കയെ ഭീഷണിപ്പെടുത്തി ഇറാഖിലെ ഭീകരർ ഇതിനൊപ്പം ഹിസ്ബുള്ളയും ഇറാനൊപ്പം അണിനിരക്കുന്നു. പശ്ചിമേഷ്യയിലുടനീളം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്ക സജീവം. ഇറാഖിലും സേനാ കേന്ദ്രങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്നായിരുന്നു റിപ്പോർട്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആണവായുധം ഉപയോഗിച്ച് അമേരിക്ക ആക്രമിക്കുമെന്ന് പോലും വാർത്തകളെത്തി. ഇതിനിടെയാണ് തൽക്കാലം തീരുമാനം എടുക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. 2 ആഴ്ചയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാഖിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഇറാഖ് ഭീകരരുടെ ഭീഷണിയാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ പോറൽ പോലും ഉണ്ടാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ട്രംപ് തീരുമാനം നീട്ടിയത്. അതിനിടെ ഇസ്രായേലും ഇറാനും പരസ്പരം ബോംബ് വർഷം തുടരുകയാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. ഇത് ഇറാന് കൂടുതൽ കരുത്തു കൂട്ടുമെന്ന വിലയിരുത്തലും സജീവം. അതിനിടെ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേൽ ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഇറാനിലെ അധികാര മാറ്റം ഔദ്യോഗികമായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നില്ല, പക്ഷേ അന്തിമ ഫലം അതായിരിക്കും. അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കട്ടെയെന്ന് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും. അമേരിക്ക പിന്തുണയ്ക്കുന്ന കാര്യം പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ച ശേഷമാണ് ഈ പ്രതികരണം. സൈനിക നടപടിക്ക് മുമ്പ് നയതന്ത്ര ശ്രമം തുടരുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ഇത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി തള്ളുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ വൻശക്തികളായ ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവ ഇറാനുമായി ആണവ ചർച്ച നടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. 3 രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ ഇന്ന് ജനീവയിൽ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ജർമ്മൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മന്ത്രിമാർ ഇതിനു മുൻപായി യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കയാ കല്ലാസുമായി ചർച്ച നടത്തും. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് തടയിടുക ലക്ഷ്യമിട്ടാണ് യൂറോപ്യൻ ശക്തികളുടെ നീക്കം. അമേരിക്കയും ആക്രമണത്തിൽ പങ്കെടുത്തേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ജനീവയിൽ അടിയന്തര ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത്. ചർച്ചയ്ക്ക് അമേരിക്കൻ പിന്തുണയുണ്ടെന്നാണ് സൂചന. ആണവായുധം നിർമ്മിക്കില്ലെന്ന ഉറപ്പ് ഇറാനിൽ നിന്ന് നേടി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും പറയുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ആണവ പദ്ധതികൾ സമാധാന ആവശ്യത്തിനാണെന്ന ഇറാന്റെ വാദം ഇസ്രായേലും പാശ്ചാത്യ ശക്തികളും അംഗീകരിക്കുന്നില്ല.
അതിനിടെ ഖമേനി ആധുനിക കാല ഹിറ്റ്ലർ ആണെന്നും അദ്ദേഹം ഇനിയും തുടരുന്നത് അനുവദിക്കാനാവില്ലെന്നും ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചു. ഇറാനിയൻ മിസൈൽ ആക്രമണമുണ്ടായ ബേർഷെബ നഗരത്തിലെ സൊറോക്ക ആശുപത്രി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖമേനി ഇനിയും ജീവനോടെ തുടരാൻ പാടില്ലെന്നത് ഇസ്രായേലിന്റെ യുദ്ധലക്ഷ്യങ്ങളിൽ ഒന്നായി എന്ന് കാറ്റ്സ് പറഞ്ഞു. ഭീരുവായ ഖമേനി ബങ്കറിൽ ഒളിച്ചിരുന്ന ഇസ്രായേലി ജനങ്ങൾക്കും ആശുപത്രികൾക്കും നേരെ മിസൈൽ തൊടുക്കുകയാണ്. ഏറ്റവും ഗുരുതരമായ യുദ്ധക്കുറ്റമാണിത്. ബങ്കറിലേക്ക് ഇസ്രായേലി സേനയെ അയച്ച് ഖമേനിയെ ഉന്മൂലനം ചെയ്യേണ്ടതായിരുന്നു. ഇറാന്റെ പതിറ്റാണ്ടുകളായി തുടരുന്ന ഖമേനി തന്റെ അനുയായികളോട് ഇസ്രായേലിനെ നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. സ്വന്തം ലക്ഷ്യത്തിന് വേണ്ടി ഇറാന്റെ വിഭവങ്ങൾ അദ്ദേഹം ചൂഷണം ചെയ്യുകയാണ്. ഇറാനിൽ ശക്തമായ ആക്രമണത്തിന് സേനയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും ഇസ്രായേലി പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇസ്രായേലി യുദ്ധവിമാനങ്ങളുടെ നിരന്തര ബോംബിംഗിൽ പ്രത്യാക്രമണ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇറാൻ ഇന്നലെ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തത്. ഇറാന്റെ ശക്തി ശേഷിക്കുന്ന റിപ്പോർട്ടുകൾക്കിടെയുണ്ടായ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചു. ഏതാണ്ട് 30 മിസൈലുകളാണ് ഇന്നലെ രാവിലെ ഇസ്രായേലിന് നേർക്ക് വന്നത്. ബേർഷെബ നഗരത്തിലെ സൊറോക്കോ മെഡിക്കൽ സെന്റർ, ടെലവീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയടക്കം 4 സ്ഥലങ്ങളിൽ മിസൈൽ പതിച്ചു. 271 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 71 പേർക്ക് പരിക്കേറ്റത് ആശുപത്രി ആക്രമണത്തിലാണ്. ഇസ്രായേലും തിരിച്ചടിച്ചു. ഇറാനിയൻ മിസൈൽ പതിച്ച് ടെലവീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിന് വലിയ നാശനഷ്ടമുണ്ടായി. ടെലവീവിന് സമീപം ജനവാസ മേഖലകളായ റമാത്ത് ഗാൻ, ഹോളോൺ എന്നിവിടങ്ങളിൽ മിസൈലുകൾ പതിച്ച് ബഹുനില കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതുവരെയായിട്ട് ഒരു അന്തിമ തീരുമാനം എടുക്കാനായിട്ട് അമേരിക്കയെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പരമുള്ള മിസൈൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി വ്യോമ പ്രതിരോധത്തിലൂടെ എല്ലാം തടയുന്നുണ്ടെങ്കിലും തന്നെ ഇപ്പോഴും അതൊരു അന്ത്യമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.